നമസ്കാരം. പണ്ടിട്ട് കുറച്ചു കാലമായല്ലേ, വന്നപ്പം ഒരു ഉപകാരമുള്ള കാര്യം കൂടെ വന്നേക്കുന്നേ. ഞങ്ങളിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 6 മാസം ആവുന്നു. 6 മാസത്തിനിടയ്ക്ക് ഞങ്ങൾ നേരിട്ട കുറച്ച് കാര്യങ്ങളും എങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും, തുടക്കക്കാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് പേര് ഇപ്പം ഇവിടെ ജോലി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ വന്ന ഉടനെ തന്നെ നമുക്ക് യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു ജോലി അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗം പറഞ്ഞു തരാം. നമ്മൾ നമ്മുടെ വീട്ടിലാട്ടോ ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാം. സ്ഥലം അത്യാവശ്യം കാണാം, കാര്യങ്ങളും പറയാം. നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നത് ഒരു അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു കടയുടെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനാണ്, ജോലിയില്ല. കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി ഉണ്ടാവത്തുള്ളൂ മാക്സിമം വരുന്നവർക്ക്, വൈഫിനോ ഹസ്ബൻഡിനോ. അപ്പം എങ്ങനെ നമ്മളിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും രണ്ടുപേർക്കും ജോലി ഇല്ലെങ്കിൽ എന്നൊക്കെയുള്ളത്. പക്ഷേ നമുക്ക് ഒരു കാറും ഇവിടെ വന്ന ഉടനെ തന്നെ ഒരു കാറും ലൈസൻസും ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം 2 മുതൽ 2.5 അല്ലെങ്കിൽ 3 ലക്ഷം രൂപ വരെയൊക്കെ ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അത് വേറെ ഒന്നുമല്ല, നാട്ടിലൊക്കെ ഉള്ള പരിപാടി തന്നെയാണ്. ഊബർ ഈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള ഊബർ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഊബർ ഉണ്ട്, ഡോർ ഡാഷ് ഉണ്ട്, മെനുലോക്ക് ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് വരുന്ന ഒരാൾക്ക് ഏറ്റവും എളുപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു കരിയർ എന്ന് പറയുന്നത് ഈ ഊബർ ഈറ്റ്സ് ആയിരിക്കും. ഫുഡ് ഡെലിവറി തന്നെയാണ്, പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ ബൈക്കിൽ ചെയ്യേണ്ട ആവശ്യം വിടില്ല. നമുക്ക് നമ്മുടെ കാറ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഊബർ ഈറ്റ്സിനകത്ത്. കാറ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്തുള്ള കടകളിൽ നിന്ന്, KFC, മാക്ഡി അങ്ങനെയുള്ള കടകളുണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ഓർഡർ എടുത്ത് നമുക്ക് വീടുകളിൽ ഡെലിവറി ചെയ്യാൻ പറ്റും. ഒരു ദിവസം 12 മണിക്കൂർ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമെങ്കിലും നോർമലി ഞാനൊക്കെ വന്ന സമയത്ത് ചെയ്യാറുണ്ടായിരുന്നത് ഒരു 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ബാക്കി സമയം നമുക്കങ്ങനെ നമ്മൾ വിചാരിക്കും, പക്ഷെ ചെയ്യാൻ പറ്റാറില്ല. കാരണം വണ്ടി ഓടിച്ച് പോകണം, പറഞ്ഞാൽ ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെന്നും പറയുന്നില്ല. പക്ഷെ മറ്റ് ഒരുപാട് സ്ഥലത്ത് ഈ ഓസ്ട്രേലിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഈ പെട്ടെന്ന് നമുക്കൊരു വരുമാനം വന്ന ഉടനെ തന്നെ അത്യാവശ്യം റൂം റെന്റ് കാര്യങ്ങളൊക്കെ അടഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗം പരീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജോലി ചെയ്യുകയും ചെയ്യാം. ആരുടെയും അണ്ടറിൽ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ലാംഗ്വേജ് പ്രശ്നമല്ല, ടൈമിങ് പ്രശ്നമല്ല, യാതൊരൊന്നും പ്രശ്നമില്ല. വണ്ടി ഓടിക്കാൻ ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. റൂൾസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡാണ് വണ്ടി, സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ റൂൾസും സെയിം തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പാലിക്കാത്ത ഒരുപാട് നിയമങ്ങൾ ഇവിടെ പാലിക്കേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. ഈ നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ളതൊക്കെ തന്നെയാണ്, പക്ഷെ അത് പാലിക്കണം എന്ന് മാത്രം. പിന്നെ നമ്മുടെ റോഡ് നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് ലൈനുകളും മാർക്കിങ്ങുകളും സൈൻ ബോർഡുകളൊക്കെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. അത്രേ ഉള്ളൂ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമായിട്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റും. അത് മാത്രമല്ല, നമുക്കിവിടെ വഴി പഠിക്കാനൊക്കെ ഏറ്റവും നല്ല വഴി ഈ ഊബർ ഈറ്റ്സ് ആണ് കേട്ടോ. നമുക്ക് ഇവിടുത്തെ എല്ലാ മുക്കും മൂലം പരിചയമാവും. ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇവിടെ ABN നമ്പർ നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ ടാക്സ് അടയ്ക്കുന്നത് TFN നമ്പറും ABN നമ്പറുമാണ്. അപ്പം നമ്മുടെ ഊബർ ഈറ്റ്സ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ബിസിനസ് ആയിട്ടാണ് ഇവർ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം ഇതിൽ ചെയ്യുന്ന ബിസിനസ് ആയിട്ട്, ജോലിയായിട്ടല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ABN നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങേണ്ടത് കേട്ടോ. അത് രജിസ്റ്റർ ചെയ്യുക. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ TFN ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ABN കിട്ടും. വലിയ പ്രശ്നമുള്ള പരിപാടിയൊന്നുമല്ല, പെട്ടെന്ന് തന്നെ കിട്ടും. അതിനുശേഷം നമുക്ക് യൂബറിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. നമ്മുടെ വണ്ടി രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ പേരിലുള്ള വണ്ടി രജിസ്റ്റർ ചെയ്യണം, വണ്ടിക്ക് ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അതിനുശേഷം അടുത്ത ദിവസം തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാനും പറ്റും. ഡെലിവറി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡെലിവറി ബോയ്സിനെ ഒക്കെ കാണുന്നത് ഒരുമാതിരി പുച്ഛത്തോടെ എല്ലാം കാണാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഓരോ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്, അതിൻ്റെതായ അംഗീകാരം അവർ തരും. നമ്മൾ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും നമ്മളങ്ങനെ മാറ്റി നിർത്തുന്ന സംഭവമൊന്നുമില്ല. കാരണം ഇതിവിടെ കോമൺ ആണ്. ഇവിടെ എത്ര നല്ല ജോലിയുള്ള ആളും, നേഴ്സുമാരാണെങ്കിലും ശരി, മറ്റ് പ്രൊഫഷണൽസ് ആണെങ്കിലും ശരി, എല്ലാവരും ഫ്രീ ടൈമിൽ അവരുടെ ഡ്യൂട്ടി അവേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രീ ആയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ പല പ്രൊഫഷനിലുള്ള ആൾക്കാരുണ്ടാവും, പലതരത്തിലുള്ള പല രാജ്യക്കാരുണ്ട്. ഇന്ത്യക്കാർ മാത്രമൊന്നുമല്ല, മോസ്റ്റ്ലി ഇന്ത്യക്കാരാണ് കൂടുതലുള്ളതെങ്കിലും
ഇവിടുത്തെ ഓസ്ട്രേലിയൻസ് ആണെങ്കിലും ശരി, മറ്റ് ചൈന, ജപ്പാൻ ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നാണക്കേടിന് പ്രശ്നമൊന്നും വിടില്ല. പിന്നെ നമുക്ക് ഒരു മാസം 2-2.5 ലക്ഷം രൂപ ഇന്ത്യൻ രൂപ കയ്യിൽ വരിക എന്ന് പറയുന്നത്, അത് ഫുഡ് ഡെലിവറി മാത്രം ചെയ്ത് വരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ലല്ലോ. നമുക്ക് ഇവിടുത്തെ ചിലവെന്ന് പറയുന്ന റൂമിന്റെ വാടക, മറ്റ് ഗ്രോസറി വാങ്ങൽ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പൈസ കൊണ്ട് തന്നെ നടന്നങ്ങ് പോകും. ഞാൻ വന്ന സമയത്തിന് ഞാൻ ജോലിക്ക് കയറുന്നത് വരെ നല്ല രീതിയിൽ ഫുൾ ടൈം ആയിട്ട് ഊബർ ഈറ്റ്സ് ഓടിക്കൊണ്ടിരുന്നത്. എനിക്ക് അതിനകത്ത് യാതൊരു മടുപ്പ്. എനിക്ക് പിന്നെ ബേസിക്കലി വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ചുളിവിൽ സ്ഥലങ്ങൾ കാണാനും പറ്റി. ഇവിടുന്ന് ലോങ് അത്യാവശ്യം 50 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമുക്ക് പാർസൽ പാക്കേജ് ഓട്ടം എല്ലാം കിട്ടാറുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പറ്റും. വന്ന സമയത്തെ വണ്ടി ഓടിക്കാനുള്ള അറപ്പും വെറുപ്പൊക്കെ അങ്ങ് മാറി കിട്ടി. അങ്ങനെ എനിക്ക് പേഴ്സണലി ഒരുപാട് ഗുണങ്ങൾ കിട്ടി. അതിനുശേഷം എനിക്ക് ജോലി കിട്ടിയത് ബ്രിസ്ബനിലായിരുന്നു. അപ്പം ബ്രിസ്ബനിലേക്ക് പോയ സമയത്ത് എനിക്ക് അവിടുത്തെ ട്രാഫിക് വണ്ടി ഓടിക്കാനൊക്കെ നമുക്ക് ധൈര്യം കിട്ടിയത് ഇവിടെ ഈ ഊബർ ഈറ്റ്സ് സത്യം പറഞ്ഞ് ഓടിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലേക്ക് വരുന്നവർക്ക് ഇത് അറിയാവുന്നവർക്ക് ഓക്കെ, അറിയാത്തവരുണ്ടെങ്കിൽ ലൈസൻസ് വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളിവിടെ വന്നിട്ട് ലേണേഴ്സ് എഴുതുകയോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പേപ്പേഴ്സും റെഡിയാക്കി കൊണ്ടുവരുമോ ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ ലൈസൻസ് എന്താണോ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. നോർമലി നമ്മൾ PR കിട്ടിയല്ല വരുന്നതെങ്കിൽ നമുക്ക് PR കിട്ടുന്നത് വരെ ഓരോ സ്റ്റേറ്റിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് PR കിട്ടുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഇന്ത്യൻ ലൈസൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ടെൻഷനൊന്നും വേണ്ട. പിന്നെ ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഇവിടെ വലിയൊരു പ്രശ്നമൊന്നുമല്ല. ലൈസൻസ് ഇവിടെ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ലൈസൻസ് കിട്ടാറുണ്ട്. മിക്ക മലയാളികളും ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ലൈസൻസ് എടുക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ, അപ്ലൈ ചെയ്തിട്ടില്ല. അപ്ലൈ ചെയ്യണം. നമുക്കിപ്പോൾ ഇത് ഓടിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പം പോകുന്നത്രയും ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാത്തത്. നമ്മളിപ്പോൾ കടൽ തീരത്തെത്തി. നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരമേ ഉള്ളൂ കടൽ എന്ന് പറയുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ ആദ്യം താമസിച്ച വീട് ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ദൂരെ കാണുന്ന മലയുടെ അടിയിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അവിടെ നിന്നാണ് താമസം മാറി നമ്മളിപ്പോൾ പുതിയ വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പം എനിക്ക് എൻ്റെ ജോലി സമയം ഇവിടെ മോസ്റ്റ്ലി 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഷിഫ്റ്റ് കഴിയും. പല ഷിഫ്റ്റാണ് കേട്ടോ. ഏത് പ്രൊഫഷനിൽ പോയാലും 6:30 മെഡിക്കലൊക്കെ ആണെങ്കിൽ 6:30 തൊട്ടേ ഷിഫ്റ്റുകളുണ്ട്. 6:30 തൊട്ട് 2 മണി വരെ, 12 മണി വരെ. അങ്ങനെ മിക്കവാറും തന്നെ നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ തൊട്ട് ഉച്ചയോടുകൂടി നമ്മൾ മോസ്റ്റ്ലി ഫ്രീ ആവുന്ന ഷിഫ്റ്റാണ് ഇവിടെ ജോലിക്ക് ഫുൾ ടൈം ജോലികൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്ന സമയം കളയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലിരുന്ന, കാരണം ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ വരെ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കിട്ടും. ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം നമ്മുടെ കയ്യിലേക്ക് പൈസയും വരും. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലേക്കോ അല്ലെങ്കിൽ UK, അയർലൻഡിലേക്കൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു പെർമിറ്റ്, ഒരു കാർഡ് കിട്ടിയതിന് ശേഷം ജോലി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഓസ്ട്രേലിയയിൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വർക്ക് വിസയാണ്, സ്പൗസ് വിസയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നു ഈ TFN നമ്പറും ABN നമ്പറും കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടും ആക്ടിവേറ്റ് ആയതിനു ശേഷം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ജോലിക്ക് ഇറങ്ങാം. ആദ്യത്തെ ദിവസമൊക്കെ ട്രാഫിക്കൊക്കെ ഒന്ന് പഠിച്ചു വരാൻ ഇവിടെ റൗണ്ട് അബൌട്ടുകളൊക്കെ ഒരുപാടുണ്ട്. റോഡിൽ കാണാൻ പറ്റും, റോഡിലെ മാർക്കിങ്ങുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നാട്ടിലേക്കാളും സമാധാനത്തോടെ വണ്ടി ഓടിക്കാൻ പറ്റും. കാരണം എല്ലാവരും റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓവർടേക്ക് ചെയ്യാൻ തിരക്ക് പിടിക്കുന്ന ആരും ഇവിടെ ഇല്ല. ആരും നമ്മൾ റൂൾസ് തെറ്റിച്ചില്ലെങ്കിൽ നമ്മളെ ആരും ഹോൺ അടിച്ച് പേടിപ്പിക്കില്ല. പിന്നെ എല്ലായിടത്തും സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഈ പോകുന്ന റോഡ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് ആണ് കേട്ടോ. നേരെ മുന്നിൽ കടലാണ്. അൾഡിംഗ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. തൊട്ട് മുമ്പിൽ കണ്ടില്ലേ, സർഫിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫുൾ വണ്ടികൾ ബീച്ച് കാണാൻ നമ്മൾ ആ ഒരു ഭാഗത്ത് മൊത്തം സെലക്സ് ബീച്ച് തൊട്ട് ഇങ്ങോട്ടേക്ക്, സെലക്സ് ബീച്ച്, അൾഡിംഗ ബീച്ച് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ബീച്ചുകളാണെങ്കിൽ ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പം ഇവിടെ ഇറങ്ങിയവർ അങ്ങോട്ട് പോകും. ഇത് ഡ്രൈവിംഗ് ബീച്ചും കൂടിയാണ്. വണ്ടി ഇറക്കി നമുക്ക് 4x4 വണ്ടിയൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് ഒരുപാട് ഉള്ളിലേക്ക് ഇറക്കി കൊണ്ടുപോകാനൊക്കെ പറ്റും. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ താമസം റെഡിയാക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒന്ന് സെറ്റിൽ ആവാൻ സമയം നമ്മൾ എടുത്തു. ഇപ്പം നമ്മൾ വന്നിട്ട് 6 മാസം കഴിയുന്നു. നമ്മൾ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാമറ ഒന്ന് കംപ്ലൈൻ്റ് ആയി. നേരത്തെ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായിട്ടും പണി മുടക്കിയെന്ന് തന്നെ പറയാൻ പറ്റും. നമ്മൾ ഗിംബൽ മോട്ടർ മൊത്തത്തിൽ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അത് എടുത്തു വെച്ചു. പിന്നെ അത്യാവശ്യം സ്ഥലങ്ങൾ പോയപ്പോൾ ആണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ കഴിഞ്ഞ ദിവസമാണ് ഒരു ക്യാമറ മേടിച്ചത്. ഇപ്പം നമ്മളിപ്പം Insta360യുടെ ഒരു ക്യാമറ എടുത്തിട്ടുണ്ട്. Insta360 Go 3S എന്ന് പറഞ്ഞിട്ട് അതിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം പരീക്ഷണമാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ സ്ഥലങ്ങൾ കാണിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. നമ്മൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് വലിയൊരു ഭൂഖണ്ഡമാണല്ലോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഒരുപാട് ബീച്ചുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ സമ്മറാണ് ഇവിടെ. ഇനിയിപ്പം മഞ്ഞുകാലം വരാൻ പോകുന്നു, വിൻ്റർ വരാൻ പോകുന്നു. അങ്ങനെ ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾ മെല്ലെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണിക്കാമെന്ന് വിചാരിക്കുന്നു.
അതുപോലെ തന്നെ യൂബർ ഈറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ, കാരണം ഞങ്ങൾ വന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ജോലി ആയിട്ടില്ല, ഒരാൾക്ക് ജോലി ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ജോലി കിട്ടാൻ കുറച്ച് സമയം എടുത്തു. അപ്പം ആ ഒരു സമയത്തൊക്കെ എന്ത് ചെയ്യും, 2 മാസം ഞാൻ വെറുതെ ഇരുന്നു കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു പിടിപാടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ 2 മാസം വെറുതെ ഇരുന്നു. ആ 2 മാസം കൂടെ നമ്മൾ ജോലി ചെയ്യുമായിരുന്നുവെങ്കിൽ ഒരുമാതിരി നല്ലൊരു സംഖ്യ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നേനെ. അപ്പം ആരും പറഞ്ഞു തരാൻ പ്രോപ്പറായിട്ട് ആർക്കും അങ്ങനെ അറിയത്തില്ലായിരുന്നു ആ സമയത്ത്. അതുപോലെ മലയാളീസ് ആരും തന്നെ ഇല്ല. ഞങ്ങൾ ഫസ്റ്റ് ഫാമിലി ആയിരുന്നു മലയാളീസ് ഇവിടെ വന്നത്. ഞങ്ങൾ 2 ഫാമിലി നിലവിൽ ഇപ്പോൾ ഉള്ളു ഇവിടെ. അത്രയ്ക്കും ഇച്ചിരി ഉള്ളിലുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഓരോ കാര്യങ്ങൾ അറിയുന്നത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോകളിൽ തുടർ ദിവസങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പം ശരി, അപ്പോൾ അടുത്ത വീഡിയോയായിട്ട് വരാം. അതുവരെ ബൈ ബൈ.